എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൊരു ബീഫ് കുർമ റെസിപ്പിയാണ്. നമുക്ക് ഇഫ്താറിൻ്റെ ഒക്കെ സമയത്തും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒക്കെ വീട്ടിൽ സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു കുർമയാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 500 ഗ്രാം ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് കുക്കർ അടച്ച് വേവിക്കാം. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് നേരം സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ ബീഫ് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും. പിന്നെ ഓരോ ബീഫിനും വ്യത്യസ്തമായിരിക്കും വേവ്. കുറച്ച് വെജിറ്റബിൾസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവ് ഞാൻ വഴിയെ പറയാം. ഇതൊരു കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആദ്യം സ്പൈസസ് ഒന്നിട്ട് പൊട്ടിക്കണം. 2 ചെറിയ കഷ്ണം പട്ട, 2 ഏലക്കായ, 3 ഗ്രാമ്പൂ ഇത്രയാണ് എടുത്തത്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നല്ലൊരു സ്മെല്ല് വരും. അതുവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 6 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നീളത്തിൽ അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ചതച്ചെടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നല്ലൊരു മൂത്ത സ്മെല്ല് വരുമ്പോൾ ആണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മൂത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. പാകമായിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള, ഒരു മീഡിയം സൈസിനേക്കാളും കുറച്ചും കൂടെ വലിയ സവാള ആയിരുന്നത്. ചെറിയ സവാളയാണെങ്കിൽ 2 എടുക്കാം. നന്നായിട്ട് സ്ലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം. കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ 1-2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം തുറന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടാലേ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു 3 പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അത് നിങ്ങൾ എരിവിന് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് വേവിക്കുമ്പം കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഒരുപാട് നേരം നമ്മൾ കുക്ക് ചെയ്യുന്നില്ല. 2 വിസിലും കൂടെ ആക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യണം. അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം. ബീഫ് വേവിച്ച കുക്കറിലുണ്ടായിരുന്ന കുറച്ച് വെള്ളമാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരെ വേവിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യണം. 2 വിസിൽ കൂടുതലാക്കരുത്, എല്ലാം വെന്ത് കുഴഞ്ഞു പോവും. 2 വിസിൽ കഴിഞ്ഞ് പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ തുറന്നത്. എല്ലാം പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും എന്തായാലും ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം 1/2 കപ്പ് 1/4 പാൽ ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക, വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം.
ഇനി അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ്, അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം, എന്നാലേ ഫ്രഷ് ക്രീം നന്നായിട്ട് തന്നെ മിക്സായി കിട്ടുള്ളൂ, അല്ലെങ്കിൽ അവിടെ ആയിട്ട് കട്ട പിടിച്ച് നിൽക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക, ഒരുപാട് തിളപ്പിക്കരുത്. ഒരു 1/4 ടീസ്പൂണ് പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കറിയാണിത്. നെയ്ച്ചോറ്, പത്തിരി, വെള്ളപ്പം, ഇടിയപ്പം എല്ലാറ്റിൻ്റെ കൂടെയും കോമ്പിനേഷനാണിത്. ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നോമ്പൊക്കെ അടുത്ത് വന്നിട്ടുണ്ട്, അപ്പോൾ തന്നെ നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് എരിവൊന്നും ഇല്ലാത്തൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കുറച്ചുകൂടെ മല്ലിയിലൊക്കെ ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ബീഫ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് സെർവ് ചെയ്തത് നല്ല മൊരിഞ്ഞ വെള്ളപ്പത്തിൻ്റെ കൂടെ ആയിരുന്നു. ബീഫൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിലെ ഉരുളക്കിഴങ്ങൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ നോമ്പിന് ഒരു ദിവസമെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.